എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യം. ഓരോ കഥയുടെ അവസാനവും അഴിഞ്ഞു വീഴുന്നത് സമൂഹത്തിലെ മാന്യന്മാരുടെ മുഖംമൂടികളാണ്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പരാതി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവനടി DGPക്ക് പരാതി നൽകിയത്. പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGPന്ന് ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട്. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. തൽക്കാലം ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ ജീവിതം കോഞ്ഞാട്ടാണതിന് മുമ്പ് ചെന്നങ്ങോട്ട് പറഞ്ഞു. അതെ, ഇതിൽ വലിയ ആലോചിക്കാനൊന്നുമില്ല. അന്ന് കാല് വെച്ച് തോണ്ടിയില്ലേ, അവിടെ നമ്മുടെ കൈ വെച്ചിട്ട് സോറി അങ്ങോട്ട്. ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തതോടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ്. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.